നീതിയില്ലാത്ത നിയമം എന്ന് പറയുന്നത് അത്യാചാരത്തിന്റെ രൂപമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യനിൽ അന്തർലീനമായിട്ടുള്ള ആത്മീയ അനുഭൂതിയുടെ പേര് കൂടിയാണ് നീതി എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹിക പരിപ്രേക്ഷ്യത്തെ എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീതികൾ നിലനിൽക്കേണ്ടത്, നിയമങ്ങൾ നിലനിൽക്കേണ്ടത് എന്നതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഒരുപക്ഷെ ട്രാവിസ് ഹെർഷിയെ പോലെയുള്ള സാമൂഹിക നിയന്ത്രണത്തിന്റെ സൈദ്ധാന്തികമായ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് ആവലാതിപ്പെട്ടിട്ടുള്ളത് ഒരു മനുഷ്യന്റെ സാമൂഹിക നിയന്ത്രണം എന്നതിന്റെ ആവശ്യകതയെ ഊന്നി പറയുമ്പോൾ അത് മനുഷ്യന്റെ നീതിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാമൂഹിക പരിപ്രേക്ഷ്യത്തെ നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണമെന്നാണ്. ആ നിലയ്ക്ക് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ 145 കോടി ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള സമീപനത്തെയും താല്പര്യങ്ങളെയും പരിഗണിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ വധശിക്ഷകൾ, ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾക്ക് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടാണ് നീതിയെ സ്ഥാപിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് നീതി എന്ന് ചോദിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ പോലും വധശിക്ഷ നീതി അല്ല എന്ന് പറയുമ്പോൾ നീതി ആരാണ് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ളത്? മനുഷ്യന്റെ സ്വാഭാവിക നിയമങ്ങളെ പോലും അവകാശങ്ങളെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ജീവപര്യന്തങ്ങൾ നീതിയായിട്ട് അപ്പോൾ നമുക്ക് പരിഗണിക്കുവാൻ കഴിയുമോ? മനുഷ്യന്റെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും നിർണ്ണയിക്കുന്നത് മനുഷ്യന്റെ താല്പര്യമെന്ന് സ്വാഭാവികമായുള്ള മറുചോദ്യങ്ങളെയാണ് നമ്മൾക്ക് നേരിടേണ്ടി വരിക. അതുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ സ്വതന്ത്രപൂർണ്ണമായിട്ട് നിലനിൽക്കുവാനുള്ള സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ് വധശിക്ഷയിലൂടെ നടപ്പിലാക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി, നമസ്കാരം. Season 9 Federal Bank Speak for India Kerala edition in association with Mathrubhumi.